സ്പോർട്സ് ഡെസ്ക്, ജനം. കോഹ്ലിക്ക് പിന്നാലെ T20 ക്രിക്കറ്റിനോട് വിട പറഞ്ഞ നായകൻ രോഹിത് ശർമ്മ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനൽ മത്സരത്തോടെയാണ് രോഹിത് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. നായകൻ എന്ന നിലയിലെ ആദ്യ കിരീട നേട്ടത്തോടെയാണ് രോഹിത്തിന്റെ പടിയിറക്കം. വിരാട് കോഹ്ലിക്ക് പിന്നാലെ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്നും രോഹിത് ശർമ്മയും വിരമിക്കൽ പ്രഖ്യാപിച്ചു. T20 ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് കിരീടം നേടിയ ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് നായകൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ക്യാപ്റ്റനായി ലോകകപ്പ് ഉയർത്തിയ ശേഷമാണ് രോഹിത്തിന്റെ പടിയിറക്കം. ഏകദിന ലോകകപ്പിലും ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യയെ ഫൈനലിലേക്ക് നയിക്കാൻ രോഹിത്തിന് സാധിച്ചിരുന്നു. ഈ ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്ക് രോഹിത്തിനുണ്ട്. നായകൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത് മറന്നില്ല. 8 മത്സരങ്ങളിൽ നിന്നായി 257 റൺസുമായി റൺവേട്ടക്കാരിൽ 2ാം സ്ഥാനത്താണ് രോഹിത്. ഫൈനലിൽ നിരാശപ്പെടുത്തിയെങ്കിലും ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനമാണ് ഹിറ്റ്മാൻ കാഴ്ചവെച്ചത്. ഇതുവരെയുള്ള എല്ലാ T20 ലോകകപ്പുകളിലും രോഹിത് ശർമ്മ ഉണ്ടായിരുന്നു. 2007 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രോഹിത്തിന്റെ T20 അരങ്ങേറ്റം. 159 മത്സരങ്ങൾ കളിച്ച രോഹിത് T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായിട്ടാണ് വിട പറയുന്നത്. ഇത്രയും മത്സരങ്ങളിൽ നിന്നായി 4231 റൺസാണ് രോഹിത്തിന്റെ സമ്പാദ്യം. അതിൽ 5 സെഞ്ചുറിയും 32 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ജനം.